കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. അതെങ്ങനെയെങ്കിലും മറികടക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാർഗങ്ങൾ തേടുന്നു സംസ്ഥാന സർക്കാർ. നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചും റവന്യൂ ഫീസ് കൂട്ടിയും വരുമാനം വർദ്ധിപ്പിക്കാനാണ് ആലോചന. ഇതിനായി എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥതല സമിതിയെ രൂപീകരിക്കും. രാജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. രാജീവ്, എങ്ങനെയെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കുക, അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ എന്താണ് ഈ വരുമാനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിന് നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഇതിപ്പോൾ നികുതി നേരിട്ട് അടിച്ചേൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് നികുതിയേതര വരുമാനങ്ങളിലേക്കാണ് എല്ലാ വകുപ്പുകളിലും ഇങ്ങനെ ഉന്നതതല യോഗങ്ങൾ, സമിതികൾ ചേർന്നുകൊണ്ട് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള ആലോചനകളാണ് നടക്കുന്നത് അണിയറയിൽ. വീണ, തീർച്ചയായും സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് പോലും കടമെടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. ധനവകുപ്പ് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടത്തിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഈ സമയത്താണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും. മാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ 5 മാസമായി നിലവിൽ കുടിശ്ശികയാണ്. ആ ക്ഷേമ പെൻഷനുകൾ ഉടൻ തന്നെ കൊടുത്തു തീർക്കുമെന്നും കാരുണ്യ പദ്ധതിയിലുള്ള കുടിശ്ശിക തീർക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഘട്ടങ്ങളായി കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന വിലയിരുത്തൽ CPM-ൽ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലുമൊക്കെ ഉയർന്നു വന്നത്. മാത്രമല്ല, ജില്ലാ കമ്മിറ്റികളിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നു. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിലെ വീഴ്ചകൾ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയി എന്ന വിലയിരുത്തലാണ് CPM-ൽ ഉയർന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഏതായാലും നിയമസഭയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ക്ഷേമ പെൻഷനുകൾ ഉടൻ കൊടുത്തു തീർക്കും, കുടിശ്ശികയായി കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ ഉടൻ കൊടുത്തു തീർക്കും. ഇതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ ഉടൻ വർദ്ധിപ്പിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ഇത് പ്രായോഗികമായ പ്രഖ്യാപനമല്ല നടത്തിയത്. കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച രീതിയിലാണെങ്കിൽ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് ഏകദേശം 10,000 കോടി രൂപയ്ക്കടുത്ത് ഉടൻ കണ്ടെത്തേണ്ടി വരും. അത് കണ്ടെത്തുക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഒരു വശത്ത് വലിയ രീതിയിലുള്ള ധൂർത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെലവ് ചുരുക്കൽ നടപ്പാക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അത് ഇതുവരെ നടപ്പാകാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ഈ രീതിയിൽ ഒരു വശത്ത് ധൂർത്ത് തുടരുന്നു. അതേസമയം തന്നെയാണ് മറുവശത്ത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണം കണ്ടെത്തണം. കാരുണ്യ പദ്ധതി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾക്കുമായി 1500 കോടി രൂപയ്ക്കടുത്താണ് നിലവിൽ കുടിശ്ശികയുള്ളത്. 100 കോടി രൂപ മാത്രമാണ് സ്വകാര്യ ആശുപത്രികൾ നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അനുവദിച്ച് ഉത്തരവിറക്കിയത്. ഇത് അടിയന്തരമായി നൽകിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി വീണ്ടും നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ കാരുണ്യ പദ്ധതി വഴി ലഭിക്കുന്നില്ല. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും കോടികളുടെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കമ്പനികൾ അവശ്യ മരുന്നുകൾ നൽകാത്ത ഒരു സാഹചര്യവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, വിവിധ വകുപ്പുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ വകുപ്പുകൾക്കും കോടികളുടെ കുടിശ്ശിക നിലവിൽ സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നൽകണമെങ്കിൽ 10,000 കോടി രൂപയ്ക്കടുത്തെങ്കിലും അടിയന്തരമായി കണ്ടെത്തണം. ഇതിനുവേണ്ടിയാണ് ഏതായാലും ഇത്തരം ഒരു മാർഗത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇതിനൊപ്പം തന്നെ റവന്യൂ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണ്. നികുതിയേതര വരുമാനം എന്ന് പറയുമ്പോൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ലോട്ടറി വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും പ്രധാനമായും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുക. അതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മദ്യത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം കണ്ടെത്താനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉള്ള ഒരു പരാതിയും അത് തന്നെയാണ്. ഈ മദ്യത്തിന്റെ വില തുടർച്ചയായിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച വരുമാനം കണ്ടെത്താനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഉള്ള ഫീസുകൾ അതും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റവന്യൂ ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം കണ്ടെത്താനുള്ള നീക്കം. ഇതിനായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഉദ്യോഗസ്ഥ സമിതി രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ ഉദ്യോഗസ്ഥ സമിതിയെ രൂപീകരിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത്. എല്ലാ വകുപ്പുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കാനാകുമോ ആ രീതിയിലുള്ള മാർഗങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ക്ഷേമ പെൻഷനുകൾ നൽകണമെങ്കിൽ നിലവിലിപ്പോൾ 6,000 കോടി രൂപയ്ക്കടുത്തെങ്കിലും അടിയന്തരമായി കണ്ടെത്തേണ്ടി വരും. നേരത്തെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാനുള്ള നീക്കം സർക്കാർ നടത്തിയെങ്കിലും ഇപ്പോൾ സഹകരണ സംഘങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത്.
1000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഈ കുടിശ്ശിക എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾ ഇപ്പോൾ സർക്കാരുമായി സഹകരിക്കുന്നില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള വരുമാനം കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. രാജീവ്, അതിനകത്തൊരു സംശയമുള്ളത്, ഇതിനു മുൻപ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന പേരിലാണല്ലോ വിവിധ സെസ്സുകൾ ഏർപ്പെടുത്തിയത്. അതും ഒപ്പം ഈ മദ്യത്തിന് വില കൂട്ടിയാൽ തീർച്ചയായും അതിൻ്റെ വരുമാനവും സർക്കാരിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അന്ന് കൂട്ടിയപ്പോഴും ഈ ക്ഷേമ പെൻഷൻ പിന്നീട് വിതരണം ചെയ്യാൻ കഴിയില്ല. സെസ് ഏർപ്പെടുത്തിയപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ മദ്യത്തിൻ്റെ വില കൂട്ടിയാലും എന്തിൻ്റെ വില കൂട്ടിയാലും എത്തിച്ചേരുന്ന വരുമാനം കൃത്യമായി ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലോ അല്ലെങ്കിൽ കാരുണ്യ ചികിത്സാ പദ്ധതിയിലേക്കോ ഒക്കെ എത്തും എന്ന് ഉറപ്പുണ്ടോ? വീണ, 2003 ബജറ്റിലാണ് ധനമന്ത്രി ഇന്ധന സെസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയത്. അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകണം. കാരണം വലിയ വിമർശനം ഇതിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ. അപ്പോഴാണ് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് സാധാരണക്കാരായ ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ നൽകണ്ടേ, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കേണ്ടേ, കൃത്യമായി ക്ഷേമ പെൻഷനുകൾ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന് ധനമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനായിരുന്നു ധനമന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അതിനുശേഷമാണ് ഇങ്ങോട്ട് ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായി മുടങ്ങാൻ തുടങ്ങിയത്. അതായത് ആദ്യഘട്ടത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു, പിന്നീട് 4 മാസമാകുന്നു, പിന്നീട് 6 മാസമാകുന്നു. ഇപ്പോൾ ഏതായാലും 5 മാസത്തെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ്. 5 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപെങ്കിലും ക്ഷേമ പെൻഷനുകൾ നൽകണമെന്ന് ഒരു നിർദ്ദേശം CPM മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതിനും കഴിയാത്ത സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിൽ പോലും 6 മാസത്തെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വലിയ തിരിച്ചടി CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന വിലയിരുത്തൽ CPM-ൽ തന്നെ ഉയരുകയും ചെയ്തു. പ്രധാനമായും അടിത്തറയിൽ നിന്ന് പോലും വോട്ടുകൾ ഒഴുകി മാറി എന്നുള്ള വിലയിരുത്തലാണ് CPM-ൽ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തെറ്റുതിരുത്തൽ വേണമെന്ന ആവശ്യം ഉയർന്നത്. മാത്രമല്ല സമീപകാലത്തൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കാൻ ആരും തയ്യാറാകുമായിരുന്നില്ല. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആയാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയാലും സംസ്ഥാന സമിതി ആയാലും പിണറായി വിജയനെ നേരിട്ട് വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അതായിരുന്നില്ല സാഹചര്യം. ജില്ലാ കമ്മിറ്റികളിലൊക്കെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നത്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വളരെ ശക്തമായി ഉയരുകയും ചെയ്തു. മാത്രമല്ല ധനമന്ത്രിക്ക് ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതായത് ഇന്ധന സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ മദ്യവില വർദ്ധിപ്പിക്കുകയും മദ്യവില വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. മാത്രമല്ല വിവിധ ഫീസുകൾ നിലവിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുൾപ്പെടെ വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാര്യം ഫീസ് വർധന വലിയ പ്രശ്നമായി തന്നെ സാധാരണക്കാർക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഏതായാലും വീണ്ടും ഇത്തരത്തിലുള്ള ഫീസുകളും അതുപോലെ തന്നെ നികുതികളും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10,000 കോടി രൂപയെങ്കിലും അടിയന്തരമായി കണ്ടെത്തിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും എന്ന വിലയിരുത്തലാണ് CPM-നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും നൽകണം എന്ന നിർദ്ദേശം CPM-ഉം നൽകിയിട്ടുണ്ട്. വീണ, തീർച്ചയായും തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്.